ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ 369 നാട്ടിലോടും റീ റിലീസിന് വരികയാണ് ഏപ്രിൽ 11. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ സുശാന്തിൻ്റെ 10ാമത്തെ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അത് ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രാമിൻ്റെ പടം 4 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 14.98 കോടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ പ്രേമലം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 20 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ USA കളക്ഷൻ 750K+ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റോബിൻഹുഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 10 days to go പോസ്റ്റർ വന്നു. പിന്നെ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ ഇവന്റ് അടക്കാൻ പോകാൻ ഹൈദരാബാദിൽ 2 സ്ഥലത്ത് വെച്ചിട്ടാണ് 2 മണിക്കോ 6 മണിക്കായിട്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഇവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള റീ റിലീസിന് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ 3 days to go പോസ്റ്റർ വന്നു. പിന്നെ ഷേഡ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പടം മെയ് 2 റിലീസ് ആവാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അക്കടമ്മായി ഇക്കടബ്ബായി എന്നുള്ള പടത്തിലത്തെ 3rd സിംഗിൾ വരാൻ പോവാണ്. മൊദത്തി ചിന്നുക്കു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് മാർച്ച് 20 എന്ന് വെച്ചാൽ നാളെ 11:07 വരാമെന്നുള്ള അറിയിച്ചിട്ടുണ്ട് രാവിലെ. പിന്നെ നിലാവൊക്കെ എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ട് ചെയ്ത് 3ാമത്തോളം. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മാർച്ച് 21 റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തമിഴിൽ മാത്രമായിരിക്കും റിലീസ് ആവുമെന്നുള്ള പറയാൻ സാധിച്ചത്. പിന്നെ എയർമോഡിയോസ് സൽമാനും രശ്മികാന്തനെ വെച്ചിട്ട് എടുക്കുന്ന ഒരു പടമാണ് സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള. അവിടുത്തെ സിക്കന്ദർ നാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും മുന്നത്തെ 2 പാട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല പാട്ടായി തോന്നി. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദീപ് രംഗനാഥന്റെ പടം 100 കോടി ക്ലബ്ബിൽ നേടിയ പടമാണ്. 150 കോടിയുടെ അടുത്തെത്താനായി കളക്ഷൻ. എന്തായാലും ഈ പടം നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 21 റിലീസ് ആവുന്ന ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ വീരധീര സൂരം പാർട്ട് 2 എന്ന് പറഞ്ഞതിന്റെ ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. എന്തായാലും ആ ഇന്റർവ്യൂ പാർട്ട് 1 ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായിട്ടുണ്ട്. പാർട്ട് 2 മിക്കവാറും തന്നെ വരുന്നുണ്ടായിരിക്കും. പിന്നെ പടത്തിന്റെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും മാർച്ച് 20 എന്നുള്ള കൺഫേം ആയി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെവിടെ വെച്ചിട്ട് നടക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വേൽടെക് യൂണിവേഴ്സിറ്റി അവിടെ ചെന്നൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് 7 മണിക്കായിരിക്കും ഇതിന്റെ ഇവന്റ് നടക്കാൻ പോകുന്നത്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ പ്രൊമോഷൻ ഇവന്റ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ലുലുമാളിലായിരിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാർച്ച് 24 എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. അത് 6 മണി മുതലായിരിക്കും എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 9 days to go പോസ്റ്റർ വന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആട് 3 എന്ന് പറഞ്ഞിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് എടുക്കുന്ന പടം. അത് IMAX ഉണ്ടാവുന്ന രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് എമ്പുരാന്റെ IMAX പോസ്റ്റർ വന്നതിന് ശേഷം അങ്ങനെ കേൾക്കുന്നതാണ്. എന്തായാലും വരും എന്നുള്ളതൊക്കെ കണ്ടറിയാം. ക്രിസ്മസിനായിരിക്കും പടം റിലീസ് ഉണ്ടാവുക. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ട് അജിത് കുമാറിന്റെ പടത്തിലത്തെ OG സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള വശങ്ങൾ ഇന്നലെ വരും എന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് പക്ഷേ അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഇനിയും കേൾക്കും തോറും സെറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും ഇതിൽ അജിത് കുമാർ സംഭവം എന്നുള്ള രീതിയിൽ ആളുടെ പഴയ പടങ്ങളത്തെയും ഈ പടത്തിലത്തെ ലുക്കൊക്കെ വെച്ചിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കൂലി എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു 21 സെക്കൻഡ് വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ഫോട്ടോസും പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊന്ന് ലോകേഷ് കനകരാജും രജനീകാന്തും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. പിന്നെ നോർമലി സാധാരണ റാപ്പായി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കലുണ്ട്. അതേമാതിരി ഒരു ഫോട്ടോ ആണ്. എന്തായാലും ലോകേഷ് കനകരാജും സോബിൻ ഷാറും സത്യരാജും ശ്രുതിഹാസനൊക്കെ കാണാണ്ട്. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഇതിന്റെ കേക്ക് കട്ടിങ് നടന്നിട്ടുണ്ട്. കേക്കിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോക്കി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.